എല്ലാവർക്കും നമസ്കാരം. വിവാഹം ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നൊരു പ്രതിസന്ധിയാണ് വിവാഹം. കാരണം പലരും എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്, ഭാര്യ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അറിയില്ല, കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടില്ല. ചിലർ ഇൻഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കും, കുട്ടികളൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. നമുക്കറിയില്ല, കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടില്ല, കുട്ടികൾ ഉണ്ടായിട്ടില്ല. മറ്റു ചിലരോട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ അത് ചോദിച്ച് അവരതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നമുക്കല്ല പ്രണയബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നുണ പറയണത് ഇപ്പോൾ വിവാഹകാര്യത്തിലാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞെന്ന് പറയും. ആ സമയത്ത് വായ തോന്നിയൊരു പേര് പറയും. അപ്പോൾ പിന്നെ ആ ചോദ്യം അവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ആലോചിച്ച് ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? വിവാഹകാര്യം തന്നെയാണ്. അതെന്നെ പോലെയുള്ള വിവിധ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ഐഡിയയാണ് ട്രൈ ചെയ്യുന്നത്. കാരണം ചില ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തോന്നും. കാരണം കഴിയുന്നതും കഴിയാത്തതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായുള്ള കാര്യങ്ങളാണ്. ചിലർ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ചിലർക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. ചിലർക്ക് എന്നെ പോലെ നമുക്കറിയില്ല. ഇപ്പോൾ ഈ ആദിശങ്കരനും ബുദ്ധനും ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യാത്ര നടത്തിയ പോലെ നമ്മുടെ ലൈഫിലും ചില കാര്യങ്ങൾ നമുക്കറിയില്ല. കാരണം അതിന് ഉത്തരമില്ല. അപ്പോൾ അതിങ്ങനെ ചോദിച്ചിരുന്നിട്ട് ചോദിക്കുന്നവരുടെ സന്തോഷം എന്താണെന്നുള്ളത് വരെ എനിക്കിപ്പോൾ മനസ്സിലാവാറില്ല. കാരണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് നുണയാണ്. കാരണം ചില നുണകൾ നമ്മളതിനെ ചില പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതാണ് നുണയുന്ന വിവാഹം.